സുബ്ഹാനല്ലാഹ്. ഉമറുൽ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കറിയാവുന്നതുപോലെ കൃത്യമായി കണക്ക് കൂട്ടിയപ്പോൾ, കൃത്യമായി സക്കാത്ത് കൊടുത്തപ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെയായി മാറി. കാരണം എല്ലാവരും സമ്പന്നരായി. മദീനക്കാർ മാത്രമല്ല, ബഹ്റൈനിൽ നിന്നിട്ട് എങ്ങനെ സക്കാത്ത് വരാം, യമനിൽ നിന്നിട്ട് സക്കാത്ത് വരാം, സൗദി അറേബ്യ, ഇന്ന് പറയുന്ന സൗദി അറേബ്യ, അന്നത്തെ ജസീറയുടെ പല ഭാഗത്തിൽ നിന്നിട്ട് മദീന ഖസറാവിലേക്ക് സക്കാത്ത് വരാം. എന്തേ? അവിടെയുള്ള അമീറമാർ പറയുന്നു ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ല, സക്കാത്ത് വാങ്ങാൻ ആളില്ല. എന്തേ ആളില്ലാത്തത്? കൃത്യമായി സക്കാത്ത് കൊടുത്തത് കൊണ്ട്. നാം ഇപ്പോൾ എന്തേ ഫക്കീറന്മാർ വേറെ, മിസ്കീന്മാർ വേറെ, പല രൂപത്തിൽ വെവ്വേറെയായി കാണുന്നു. ആ മിസ്കീന്മാരായിട്ട് തന്നെ ശേഷിക്കുന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു. അതുകൊണ്ട് മിസ്കീന്മാരായിട്ട് തന്നെ നിലനിൽക്കുന്നു. അങ്ങനെയല്ലായിരുന്നു നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത്, അങ്ങനെയല്ലായിരുന്നു ഖുർആൻ പഠിപ്പിച്ചത് ആദ്യമായി, സുന്നത്ത് പഠിപ്പിച്ചത് രണ്ടാമതായി, നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത് മൂന്നാമതായി. പഠിപ്പിച്ചത് ഓരോ വ്യക്തിക്കും അനിവാര്യമായ കാര്യങ്ങൾ, അവൻ്റെ ജീവിത രീതി സമ്പന്ന രൂപത്തിലായി മാറാൻ ആവശ്യമുള്ളത് ഓരോ ഫക്കീറിനും ധനവാന്മാർ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെയാണ് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലൊക്കെ മദീനയിൽ നിന്ന് മാത്രമല്ല, ഷാമിലടക്കം, സൗദി അറേബ്യക്ക് പുറത്തുള്ള ഷാമിലടക്കം ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ഭരണകൂടം എവിടെയുണ്ട് അവിടെയെല്ലാം സമ്പത്ത് കൊടുത്താൽ വാങ്ങാൻ ഇല്ലാത്ത ആൾക്കാർ, അത്രയും യഫീദുൽ മാൽ എന്ന് റസൂൽ പറഞ്ഞ ശൈലിയുണ്ടല്ലോ, ബുഖാരിയിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സമ്പത്ത് ഒഴുകും. അങ്ങനെയുള്ള കാലഘട്ടം കണ്ടിരുന്നു എന്നാണ്. അത് ഞാനിപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ആര്? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു. അദീ ഇബ്നു ഹാത്തിമിന് ഓർമ്മയില്ലേ? ക്രിസ്ത്യാനിയായിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന വ്യക്തി, ക്രിസ്ത്യാനിയായിട്ട് കുരിശും തൂക്കി മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി, വിനയത്തോടു കൂടിയുള്ളതായ റസൂലുള്ളാഹിന്റെ ലീഫിൽ കൂടി ഉണ്ടാക്കിയതായ ആ ചേരി നമ്മൾ പറയാറുണ്ടല്ലോ, അതിൽ കൂടി ഉണ്ടാക്കിയതായ ചെറിയ സീറ്റ് കൊടുത്ത ആ വ്യക്തി, അത് അവരുടെ പങ്കൾ സഫാന മുമ്പേ മുസ്ലിമത്തായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരപ്പെട്ട സന്ദർഭത്തിൽ ആ സഹോദരിയാണ് ചരിത്രത്തിൽ പറയുന്നത് കാരണക്കാരി. ഈ സഹോദരൻ മുസ്ലിമായി വരാൻ ഇദ്ദേഹം യഥാർത്ഥത്തിൽ അവിടുത്തെ രാജാവാണ്, ഹായിലിലെ രാജാവാണ്. അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഹിയർ പരിചയമുണ്ടോ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പരിചയമില്ല. എന്താണത്? ഇറാഖാണ്. ഇറാഖ് നാട്ടിലും പരിസരത്തിലും എല്ലാം ഒരു സ്ത്രീ അവിടെ നിന്ന് മക്കയിലേക്ക് വരികയാണെങ്കിൽ, ഹജ്ജിന് വേണ്ടി വരികയാണെങ്കിൽ സുരക്ഷിതത്തോടു കൂടി വന്നു പോകാൻ പറ്റുന്ന അന്തരീക്ഷം വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹ് സന്തോഷവാർത്ത നൽകി. അപ്രകാരം തന്നെ കിസ്റ, ഹുർമുസ് നമ്മുടെ കീഴിൽ വരും. പേർഷ്യൻ റോമൻ ചക്രവർത്തിമാരൊക്കെ നമ്മുടെ നാടായി മാറും എന്നതിലേക്ക് റസൂൽ സൂചന നൽകിയതാണ്. അതൊക്കെ അത്ഭുതത്തോടു കൂടി അദ്ദേഹം കേൾക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞ മൂന്നാമത്തെ കാര്യമുണ്ട്. അതെന്താണ്? സമ്പത്ത് കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്ത ചുറ്റുപാട് വരും. സമ്പത്ത് വളരെ കൂടുതൽ ജനങ്ങളിൽ സമ്പത്തുണ്ടായി സമ്പന്നരായി മാറി സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ചുറ്റുപാടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞ രണ്ട് സാധനവും ഞാൻ കണ്ടിട്ടുണ്ട്, മൂന്നാമത് ഞാൻ കണ്ടിട്ടില്ല. റസൂൽ പറഞ്ഞത് കൊണ്ട് വരുമെന്ന് ഉറപ്പാണെന്ന് മഹാനായ അലി. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലം പോയി, അദ്ദേഹം മരിച്ചു, സഹാബിയാണല്ലോ. ശേഷമാണ് എന്ത് വരുന്നത്? ഉമർ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടം വരുന്നത്. ഉമർ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത്. ഇനി ഖിയാമത്ത് നാളാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള സമ്പത്തുകളെ റബ്ബിന് വേണ്ടി റബ്ബിൻ്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിച്ചോ. എന്തുകൊണ്ട്? ദീനാറ് നിങ്ങൾ കൊടുത്താൽ വാങ്ങാനാളില്ലാത്ത കാലഘട്ടം വരാൻ പോകുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഖിയാമത്ത് നാളിൽ കൊടുത്താൽ വാങ്ങാൻ ആളുണ്ടാവില്ല. അങ്ങനെയുള്ള കാലം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കൊടുത്തോളീൻ, എന്നിട്ട് സമ്പാദിച്ചോളീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സമ്പാദിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ശൈലി ഇവിടെ സ്മരണീയമാണ്.